നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2025 ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കി ഒരു ബെസ്റ്റ് 11 തയ്യാറാക്കിയാൽ ആർക്കൊക്കെ ആ ടീമിൽ ഇടമുണ്ടാവും? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. നമ്മൾ സ്കോർ 90യുടെ ഒരു 11 അവർ വേൾഡ് 11 2025 എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള 11ആണിത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ വേറെ 11 ഉണ്ടാവും. അതൊക്കെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഇവരുടെ നിരീക്ഷണത്തിൽ ഗോൾ കീപ്പറായിട്ട് 2025 മികച്ച പെർഫോമൻസ് നടത്തി 11ലേക്ക് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജിയാൻ ലൂഗി ഡോണ്ണറുമയെയാണ്. ഇറ്റാലിയൻ ഗോൾ കീപ്പർ, PSG UCL കിരീടത്തിലേക്ക് കൊണ്ടുപോയയാൾ. അദ്ദേഹമാണ് ഇപ്പോൾ അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ളത്. ഇനി സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ 2 പ്രീമിയർ ലീഗ് താരങ്ങളാണ്. ഒന്ന് ലിവർപൂളിൻ്റെ നെതർലൻഡ് സൂപ്പർ താരം വെർജിൽ വാൻ ഡൈക്ക്, ഒപ്പം ആഴ്സണലിൻ്റെ ബ്രസീലിയൻ താരം ഗബ്രിയലും. ഈ 2 പേരാണ് ഇപ്പം സെൻറ്റർ ബാക്കുമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഡിഫൻസിൻ്റെ ഒരു പാർശ്വങ്ങളിലായിട്ട് 2 PSG താരങ്ങളാണ്. ഒരാൾ ന്യൂനോ മെൻഡസ് ആണ്, പോർച്ചുഗലിൻ്റെ സൂപ്പർ പ്ലെയർ. PSG വേണ്ടി പൊളിച്ചടുക്കിയ പ്രകടനം ഇതുവരെ ഈ വർഷം നടത്തിയിട്ടുണ്ട്. ഒപ്പം മറ്റൊരു PSG താരം മൊറോക്കൻ താരം അഷ്റഫ് ഹക്കീമി. ഇതാണ് ഈ ഒരു 11ൻ്റെ ഡിഫൻസ് എങ്കിൽ മധ്യനിരയിൽ 3 കിടിലൻ താരങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വിറ്റീഞ്ഞയാണ്. യെസ്, നേരത്തെ പറഞ്ഞ പോലെ പോർച്ചുഗീസ് താരം PSG UCL കിരീട നേട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പാസിംഗ് മാസ്റ്റർ എന്ന വിളിപ്പേരുള്ള താരം. അദ്ദേഹത്തോടൊപ്പം ഫെഡെ വാൽവെർദെ, റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ പ്ലെയർ, ഒപ്പം തന്നെ ബാഴ്സലോണയുടെ സൂപ്പർ പ്ലെയർ പെഡ്രി. ഈ 3 പേരാണ് മധ്യനിരയിലെങ്കിൽ. മുന്നേറ്റത്തിൽ നോക്കുക, ഓസ്മാൻ ഡംബലെ ലെഫ്റ്റ് വിങ്ങിൽ, ലാമിൻ യമാൽ റൈറ്റ് വിങ്ങിൽ, ഗോളടിക്കാൻ സ്ട്രൈക്കറായിട്ട് കിലിയൻ എംബാപ്പെ. 4-3-3 ഫോർമേഷനിലാണ് വേൾഡ് 11 2025 ബെസ്റ്റ് 11 2025 അവർ പുറത്തുവിട്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.